നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റർ പ്രീമിയം റെസിഡൻസി അപേക്ഷ ചട്ടങ്ങളിൽ മന്ത്രാലയം ഭേദഗതി വരുത്തി. നിക്ഷേപകർ 7 മില്യൺ റിയാലിന്റെ മൂലധനം അപേക്ഷയോടൊപ്പം തന്നെ തെളിയിക്കണമെന്നതാണ് പുതിയ നിബന്ധന. നേരത്തെ നിക്ഷേപം തെളിയിക്കാൻ നൽകിയിരുന്ന 2 വർഷത്തെ സാവകാശം പുതിയ മാറ്റത്തോടെ ഇല്ലാതായിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് ഇനി മുതൽ നിബന്ധനകൾ കടുപ്പമാകും. ഇൻവെസ്റ്റർ വിഭാഗത്തിൽ പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷിക്കുന്നവർ 7 മില്യൺ റിയാലിന്റെ മൂലധനം തങ്ങളുടെ പക്കലുണ്ടെന്ന് അപേക്ഷാവേളയിൽ തന്നെ ബോധ്യപ്പെടുത്തണം. ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കൃത്യമായ രേഖകൾ ഇതിനായി സമർപ്പിക്കേണ്ടതുണ്ട്. നിക്ഷേപം നടത്താൻ 2 വർഷത്തെ സമയം അനുവദിച്ചിരുന്ന മുമ്പത്തെ നിയമമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. മതിയായ മൂലധനമില്ലാതെ തന്നെ അപേക്ഷകൾ നൽകുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ നടപടി. മതിയായ മൂലധനമില്ലാതെ അപേക്ഷകൾ ഇനി മുതൽ പരിഗണിക്കില്ലെന്ന് സൗദിയിലെ ബിസപ്പ് അറേബ്യ സിഇഒ മുഹമ്മദ് സുഹൈൽ പറഞ്ഞു. 7 മില്യൺ റിയാലിന്റെ ക്യാപിറ്റൽ ഓൾറെഡി വിദേശത്ത് നിന്നോ അല്ലെങ്കിൽ ലാഭവിഹിതമായിട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് പ്രീമിയം ഇഖാമയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല ആളുകളും, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ഇൻവെസ്റ്റർമാർ പ്രീമിയം റെസിഡൻസി ലഭിക്കുന്നതിന് വേണ്ടി മാത്രം സിആറിലെ ക്യാപിറ്റൽ 7 മില്യൺ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി അത് സാധിക്കില്ല. മാത്രമല്ല 10 എംപ്ലോയീസിന് ജോലി കൊടുത്തു എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗോസി സർട്ടിഫിക്കറ്റ് കൂടി, കമ്പനിയുടെ ഗോസി സർട്ടിഫിക്കറ്റ് കൂടി പ്രീമിയം റെസിഡൻസിയുടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. 4000 റിയാലാണ് ഈ വിഭാഗത്തിലെ റെസിഡൻസി ഫീസ്. സ്പോൺസർ ആവശ്യമില്ല എന്നതും ലെവിയിൽ നിന്നുള്ള ഒഴിവാക്കലുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. കൂടാതെ എക്സിറ്റ് റീ എൻട്രി വിസകളുടെ ആവശ്യമില്ലാതെ തന്നെ യാത്ര ചെയ്യാനും സ്വന്തം പേരിൽ ബിസിനസ് തുടങ്ങാനും സൗദിയിൽ വസ്തുവകകൾ വാങ്ങാനും പ്രീമിയം റെസിഡൻസി ഉടമകൾക്ക് സാധിക്കും. ഇൻവെസ്റ്റർ വിഭാഗത്തിൽ മാത്രമാണ് നിലവിൽ ഈ മാറ്റം ബാധകമാകുന്നത്. റിയൽ എസ്റ്റേറ്റ് ഓണർ റെസിഡൻസി, എന്റർപ്രണർ റെസിഡൻസി, സ്പെഷ്യൽ ടാലന്റ്, ഗിഫ്റ്റഡ് റെസിഡൻസി എന്നിവക്കും ലിമിറ്റഡ്, അൺലിമിറ്റഡ് ഡ്യൂറേഷൻ റെസിഡൻസികൾക്കും നിലവിലെ നിയമങ്ങൾ തുടരും. നിക്ഷേപ മേഖലയിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് പുതിയ നിയമത്തിലൂടെ സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിൽ ശൈത്യകാലം തുടങ്ങിയതോടെ ഹീറ്റർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്തതിൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി അബുദാബി പോലീസും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും. അശ്രദ്ധമായ ഹീറ്റർ ഉപയോഗം തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. UAE-യിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ ഹീറ്റർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് അബുദാബി പോലീസിന്റെയും സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെയും മുന്നറിയിപ്പ്. ഹീറ്ററുകളുടെ അശ്രദ്ധമായ ഉപയോഗം തീപിടുത്തത്തിനും ശ്വാസതടസ്സത്തിനും കാരണമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കരി, വിറക് എന്നിവയിൽ പ്രവർത്തിക്കുന്നതോ വൈദ്യുതി ഉപയോഗിക്കുന്നതോ ആയ എല്ലാത്തരം ഹീറ്ററുകളുടെയും ഉപയോഗത്തിലും ജാഗ്രത വേണം. ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. വീടിനുള്ളിൽ വിറകോ കരിയോ ഉപയോഗിച്ച് തീ കത്തിക്കുകയും ഹീറ്ററിന് സമീപം ഉറങ്ങുന്നതും അപകടമാണ്. വിറക് കത്തിക്കുമ്പോൾ അതിൽ നിന്നുള്ള പുക പുറന്തള്ളാൻ പ്രത്യേക എക്സോസ്റ്റുകൾ സ്ഥാപിക്കണം. ശരിയായ വായുസഞ്ചാരം നിലനിർത്തണം തുടങ്ങിയവയാണ് മാർഗനിർദ്ദേശങ്ങൾ. പരവതാനികൾക്കിടയിൽ ഹീറ്റർ വയറുകൾ സ്ഥാപിക്കൽ, കുട്ടികളെ ഹീറ്ററുകൾക്ക് ചുറ്റും കളിക്കാൻ അനുവദിക്കുക, ഹീറ്ററിൽ സ്പർശിക്കുക എന്നിവയെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. കത്തുന്ന വസ്തുക്കളുമായുള്ള ഹീറ്ററിന്റെ സമ്പർക്കവും ഒഴിവാക്കണം. ഹീറ്റർ വെള്ളത്തിനടുത്തോ നനഞ്ഞ സ്ഥലത്തോ സ്ഥാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉറങ്ങുമ്പോഴും താമസ സ്ഥലത്ത് നിന്ന് പുറത്തു പോകുമ്പോഴും ഹീറ്റർ ഓഫാക്കിയെന്ന് ഉറപ്പാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. 24 ദുബായ്. യമൻ ഭരണകൂടവും സായുധ സംഘമായ ഹൂതികളും തമ്മിൽ തുടരുന്ന തർക്കങ്ങളിൽ പുതിയ ധാരണ. ഇരുപക്ഷത്തുമുള്ള തടവുകാരെ വിട്ടയക്കാൻ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റ് കേന്ദ്രീകരിച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ധാരണയായി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ആളുകളാണ് ഇരുപക്ഷത്തും തടവിൽ കഴിയുന്നത്. ഇരുപക്ഷവും ഒപ്പുവെച്ച കരാർ പ്രകാരം ഹൂതികൾ 1700 തടവുകാരെയും യമൻ ഭരണകൂടം 1200 തടവുകാരെയും വിട്ടയക്കാൻ ധാരണയായി. 2014 ആദ്യമായി ഹൂതികളും യമൻ ഭരണകൂടവും തമ്മിൽ സംഘർഷം തുടങ്ങുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു. ഡൽഹിയിലും മുംബൈയിലും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം നടന്നു. ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനുസിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. വിസ വിതരണവും കോൺസുലാർ സേവനവും താൽക്കാലികമായി നിർത്തിയെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ബംഗ്ലാദേശ് വിളിച്ചുവരുത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെയാണ് ബംഗ്ലാദേശ് വിളിച്ചുവരുത്തിയത്. തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹൈക്കമ്മീഷണറോട് ആവശ്യപ്പെട്ടു.
ബംഗ്ലാദേശ് സംഘർഷത്തിനിടെ മതനിന്ദ ആരോപിച്ച് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയാണ് കൊൽക്കത്തയിലും ഡൽഹിയിലും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനു മുന്നിലും പ്രതിഷേധം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. जिस प्रकार से अवैध बांग्लादेशी घुसपैठिए रह रहे हैं उनको जल्द से जल्द भारत से बाहर निकाला जाए, अन्यथा बजरंग दल अपनी कार्रवाई करेगा, उनको बाहर का रास्ता दिखाएगा. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനു മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ വിതരണമോ സേവനങ്ങളോ ഉണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ മുംബൈയിലും ബംഗ്ലാദേശ് കമ്മീഷനു മുന്നിൽ പ്രതിഷേധം നടന്നു. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ഇന്ത്യ വിസ സെന്ററിലെ സേവനങ്ങൾ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്ത്യയും നിർത്തിവച്ചിരുന്നു. ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലെ പ്രതിഷേധം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി, 24. യുഎയിലെ ആദ്യത്തെ ക്രിക്കറ്റ് കേന്ദ്രീകൃത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഡാന്യൂബ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനും മിസ്റ്റർ ക്രിക്കറ്റ് യുഎഇ എന്നും അറിയപ്പെടുന്ന അനീസാജിന്റെ നേതൃത്വത്തിലാണ് പ്ലാറ്റ്ഫോം. ഇത് സംബന്ധിച്ച ലോഞ്ച് ദുബായിൽ നടന്നു. സ്പോർട്സ് എന്ന കായിക വിനോദത്തിലേക്ക് കൂടുതൽ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണിത്. ദിനേശ് കാർത്തിക്, ഇയോൻ മോർഗൻ, JP ഡുമിനി, ഫക്കർ സമാൻ, ആഞ്ചലോ മാത്യൂസ്, മോയിൻ അലി, ആദിൽ റാഷിദ്, ഖുറം ഖാൻ തുടങ്ങിയ ക്രിക്കറ്റ് താരങ്ങളും കായിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തത്സമയ ക്രിക്കറ്റ് കവറേജ്, രാജ്യാന്തര കളിക്കാരുമായുള്ള അഭിമുഖങ്ങൾ, ക്രിക്കറ്റ് ഡോക്യുമെന്ററികൾ എന്നിവ ഉൾപ്പെടെ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുമെന്ന് അനീസ് സാജൻ പറഞ്ഞു. സൗദിയിലെ അൽ ബഹയിൽ റിസാല സ്റ്റഡി സർക്കിളിന് കീഴിലുള്ള കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അൽ ബഹ പ്രവാസി സാഹിത്യോത്സവ് സമാപിച്ചു. 3 സെക്ടറുകളിൽ നിന്നായി നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. ബഷീർ നൂറാനി നിരോൽപാലം ഉദ്ഘാടനം നിർവഹിച്ചു. 65 പോയിന്റ് നേടി ബാഹ സെക്ടർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ബൽജൂർഷി സെക്ടർ 2ാം സ്ഥാനവും തിഹാമ സെക്ടർ 3ാം സ്ഥാനവും നേടി. കലാപ്രതിഭയായി ഹാമ സെക്ടറിലെ ആയിഷ ജസയെയും സർഗപ്രതിഭയായി ബാഹ സെക്ടറിലെ ഫാത്തിമ സനയെയും തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനം അൻസാർ സംസാഖ് കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സന്ദേശ പ്രഭാഷണം മൻസൂർ ചുണ്ടമ്പറ്റ നിർവഹിച്ചു. വാർത്തകളിലേക്ക് തിരികെ. ഓട്ടോറിക്ഷയിൽ വന്ദേ ഭാരത് ട്രെയിൻ ഇടിച്ച് അപകടം. തിരുവനന്തപുരം അകത്തുമുറി റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് അപകടമുണ്ടായത്. പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തുകൂടി വന്ന ഓട്ടോ ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് സംശയം. അപകടത്തെ തുടർന്ന് പിടിച്ചിട്ട ട്രെയിൻ യാത്ര തുടർന്നു. സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആക്ഷേപങ്ങളും പരാതികളും ഇന്നു മുതൽ തന്നെ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. SIR നടപടികൾ നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. 2025 വോട്ടർ പട്ടികയിലുണ്ടായിരുന്നത് 2,78,00,000 പേർ. SIR എന്യൂമറേഷൻ പൂർത്തിയായപ്പോൾ 24,08,000-ലധികം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ബാക്കി 2,52,42,352 വോട്ടർമാർ കരട് പട്ടികയിൽ ഇടം നേടി. ഒഴിവാക്കിയതിൽ 6,49,000-ലധികം പേർ മരിച്ചവരുടെ പട്ടികയിലാണ്. 6,45,000-ലധികം പേർ കണ്ടെത്താൻ കഴിയാത്തവരുടെ വിഭാഗത്തിലും 8,16,000-ലധികം പേർ താമസം മാറിയവർ എന്ന വിഭാഗത്തിലും ഉൾപ്പെട്ടു. കൂടാതെ 1,36,000-ലധികം പേർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്. എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാത്ത 1,60,000-ലധികം പേരെ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കി. കരട് പട്ടികയിൽ പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. അൺകളക്റ്റബിൾ ആയി വന്നിട്ടുള്ള ലിസ്റ്റിലെ ആരെങ്കിലും ഷിഫ്റ്റഡ് ആയിട്ടുള്ളവരോ ആബ്സെന്റ് ആയിട്ടുള്ളവരോ ആർക്കെങ്കിലും പുതിയതായിട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 പൂരിപ്പിച്ച് നൽകണം. അതിനൊപ്പം ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. ഈ ഡിക്ലറേഷൻ ഫോം അത് കൂടി പൂരിപ്പിച്ച് നൽകണം. ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിന്റെ പീരിയഡ് 23 ഡിസംബർ മുതൽ 22 ജനുവരി വരെ ഉള്ളതാണ്. തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കരട് വോട്ടർ പട്ടികയുടെ കോപ്പി ജില്ലാ കളക്ടർമാർ മുഖേന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമാറി.
പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിയോജക മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിലോ എപ്പിക് നമ്പർ നൽകിയോ പരിശോധിക്കാവുന്നതാണ്. ബൂത്ത് തലത്തിൽ പട്ടികയുടെ PDF ഡൗൺലോഡ് ചെയ്തും പരിശോധിക്കാം. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 24 തിരുവനന്തപുരം. മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എറണാകുളം UDF-ൽ പടലപ്പിണക്കം. മേയർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കിയ ദീപ്തി മേരി വർഗീസ് നേതൃത്വം മറുപടി പറയണമെന്നാവശ്യപ്പെട്ടു. കത്ത് നൽകിയിട്ടും ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാത്തതിൽ മുസ്ലിം ലീഗും വിയോജിപ്പുമായി രംഗത്തെത്തി. ദീപ്തിയെ പിന്തുണച്ച് മാത്യു കുഴൽനാടൻ MLA രംഗത്തു വന്നു. പരിഭവമില്ല എന്ന് പറയുമ്പോഴും മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ എതിർപ്പറിയിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ദീപ്തി മേരി വർഗീസ് കത്ത് നൽകി. KPCCയുടെ സർക്കുലർ പോലും അവഗണിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വമെടുത്ത തീരുമാനത്തിൽ മറുപടി പറയണമെന്നാണ് ദീപ്തിയുടെ ആവശ്യം. KPCC ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത്. അതിൻ്റെ അകത്ത് എന്താണ് എന്നോട് പറയാത്തതെന്നും എനിക്കറിയില്ല. അതിനെല്ലാം മറുപടി പറയേണ്ടത് അത് തീരുമാനിച്ച ആളുകളാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് പിന്നാലെ തങ്ങളെ പൂർണ്ണമായി അവഗണിച്ചതിലുള്ള അതൃപ്തിയും ലീഗ് മറച്ചുവച്ചില്ല. ആവശ്യപ്പെട്ട ഡെപ്യൂട്ടി മേയർ സ്ഥാനം പരിഗണിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. മുന്നണി സമവാക്യങ്ങൾ മറന്ന് വേണ്ടിവന്നാൽ സഭയിൽ ഒറ്റയ്ക്കിരിക്കാനാണ് ലീഗിന്റെ തീരുമാനം. ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറേയും തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധമാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ലീഗിനുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാന നേതൃത്വം വഴി UDF-ൽ ചർച്ചയാക്കാനാണ് നിലവിലെ തീരുമാനം. 24 കൊച്ചി. ജയിലിലെ തടവുകാർക്ക് സൗകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ DIG MK വിനോദ് കുമാറിനൊടുവിൽ സസ്പെൻഷൻ. ജയിൽ ആസ്ഥാനത്തെ DIG-യായി തുടർന്നാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വിജിലൻസ് ശുപാർശ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. വെൽക്കം ബാക്ക്. ഗൾഫ് ടുഡേ തുടരുന്നു. വെടിക്കെട്ടും വർണ്ണാഭമായ വിനോദ പരിപാടികളുമായി പുതുവത്സരത്തെ വരവേൽക്കാൻ ഖത്തർ തയ്യാറെടുക്കുകയാണ്. ഡിസംബർ 31-ന് ലുസൈൽ ബൂളിവാർഡിലാണ് വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടക്കുക. ഡിസംബർ 31 ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 2 മണി വരെ ലുസൈൽ സിറ്റിയിൽ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത ഗായകരും DJമാരും അണിനിരക്കുന്ന സംഗീത പരിപാടികൾ അരങ്ങേറും. ഇതോടൊപ്പം പ്രേക്ഷകർക്ക് പുതുമയാർന്ന അനുഭവം സമ്മാനിക്കുന്ന മണൽ കലാകാരന്മാരുടെ ലൈവ് ഷോകളും ആക്രോബാറ്റിക് കലാപ്രകടനങ്ങളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലുസൈൽ ബോളിവാർഡിന്റെ ഐക്കണിക് ടവറുകളെ പശ്ചാത്തലമാക്കി ഒരുക്കുന്ന 3D മാപ്പിംഗ് ലേസർ ഷോയാണ് മറ്റൊരു പ്രധാന ആകർഷണം. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചൊരുക്കുന്ന ഈ ദൃശ്യവിസ്മയം രാത്രി മുഴുവൻ കാണികളിൽ ദൃശ്യവിസ്മയം തീർക്കും. അർദ്ധരാത്രി അടുക്കുമ്പോൾ പ്രത്യേക കൗണ്ട് ഡൗൺ ചടങ്ങിന് പിന്നാലെ ആകാശം നിറയ്ക്കുന്ന വമ്പൻ വെടിക്കെട്ടും പൈറോഡ്രോൺ ഷോയും അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. ഖത്തറിലുള്ള എല്ലാവർക്കും കുടുംബസമേതം പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും സുരക്ഷയും ഗതാഗത സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അറബ് ലോകത്ത് ആശങ്കയും വേദനയും സമ്മാനിച്ച 2025 വിടവാങ്ങുമ്പോൾ സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ ഇത്തവണയും പുതിയ പ്രതീക്ഷകളും പ്രത്യാശകളുമായി ലുസൈൽ ബോളിവുഡിൽ അണിനിരക്കും. അൻവർ പാലേരി, 24 ദോഹ. 2026 വേൾഡ് ബെസ്റ്റ് സിറ്റീസ് റിപ്പോർട്ടിൽ ദോഹ ഇടം നേടി. ഇതോടെ ഖത്തറിന്റെ തലസ്ഥാനം വീണ്ടും ആഗോള ശ്രദ്ധ നേടുകയാണ്. റൈസൻസ് കൺസൾട്ടൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക വളർച്ച, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഉയർന്ന ജീവിത നിലവാരം എന്നിവയിൽ ദോഹ കൈവരിച്ച സ്ഥിരമായ പുരോഗതിയാണ് ഈ നേട്ടത്തിന് കാരണം. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിലെ ഡാർവിനിൽ സിറോ മലബാർ മിഷൻ ഇടവകയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഡാർവിൻ സെയിന്റ് അൽഫോൻസ ഇടവകയിൽ ക്രിസ്മസ് കാരൽ ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു. ഇടവക വികാരി റവറൻഡ് ഫാദർ ജോൺ പുതുവ നേതൃത്വം നൽകി. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി സ്റ്റേറ്റിലെ ഡാർവിൻ സെയിന്റ് അൽഫോൻസ സീറോ മലബാർ പള്ളിയിലെ കരോളാണ് ഇന്ന് ഈ ഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി എല്ലാ വീടുകളിലൂടെയും ഉണ്ണീശോയുടെ തിരുസ്വരൂപമായി കരോളായി ദൈവജനം മുഴുവൻ പങ്കുകൊള്ളുകയാണ്.
വീടുകളൊക്കെ മനോഹരമായി അലങ്കരിക്കുകയും പുൽക്കൂട്, ക്രിസ്മസ് ട്രീ തുടങ്ങിയവയെല്ലാം എല്ലാ വീടുകളിലും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു വലിയ ആഘോഷത്തിന്റെ ഒരു നിറവാണ്. ക്രിസ്മസ്, ദ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ്, ദൈവത്തിന്റെ പ്രകാശമായി കടന്നുവന്ന ഉണ്ണീശോയുടെ തിരുനാളാണ്. ആ തിരുനാളിന്റെ കരോളിലാണ് ഇന്ന് ഈ ഭവനത്തിലേക്ക് എല്ലാവരും പ്രവേശിച്ചിരിക്കുന്നത്. ഇനി ഓസ്ട്രേലിയയിലെ മറ്റ് ക്രിസ്മസ് വിശേഷങ്ങളിലേക്കാണ്. ഇവിടെ ചാരിറ്റിക്ക് വേണ്ടിയാണ് പ്രധാനമായും അലങ്കാരങ്ങളൊക്കെ നടത്തുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാൻ നിൽക്കുന്നത് കഞ്ചി ലൂപ്പ് എന്ന സ്ട്രീറ്റിലാണ്. ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ ഇവിടുത്തെ വീടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ദീപാലങ്കാരങ്ങളാൽ വളരെ മനോഹരമാക്കി ഒരുക്കിയ വീടുകൾ കാണാൻ നമുക്ക് പോകാം. ഡിസംബർ 1 മുതൽ ജാനുവരി 1 വരെ കഞ്ചി ലൂപ്പ് സ്ട്രീറ്റിലെ വീടുകളെല്ലാം വളരെ മനോഹരമായി അലങ്കരിക്കും. ഇത് കാണാൻ ധാരാളം സന്ദർശകർ വളരെ ദൂരപ്രദേശത്തു നിന്ന് വരെ എത്തും. ചില വീടുകളുടെ മുമ്പിൽ ചെറിയ ഒരു ബോക്സ് നാണയങ്ങൾ ഇടുന്നതിനായി വെച്ചിട്ടുണ്ടാകും. താല്പര്യമുള്ളവർക്ക് $1-2 സംഭാവനയായി നൽകാം. ഗോൾഡ് കോയിൻ ഡൊണേഷൻ എന്നാണ് ഇതിനെ ഇവിടെ പറയുക. $1 $2 നാണയങ്ങൾക്ക് സ്വർണ്ണ നിറമായതുകൊണ്ടാണ് ഗോൾഡ് കോയിൻ ഡൊണേഷൻ എന്ന് പറയുന്നത്. 20 കൊല്ലമായി ഈ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഈ ക്രിസ്മസ് അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വീട്ടിലെ ഒരംഗം അൽഷിമേഴ്സ് ബാധിച്ച് മരിച്ചതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ചാരിറ്റി പ്രവർത്തനമായിട്ടാണ് ഇത് നടക്കുന്നത്. വേനൽക്കാലമായതോടെ ഓസ്ട്രേലിയയിൽ റോസല്ല ഫീവർ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് സാധാരണമല്ലാത്ത ഫ്ലൂ പടർന്നു പിടിക്കുന്നുണ്ട്. യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സർക്കാർ അറിയിച്ചു. ഓസ്ട്രേലിയയിൽ നിന്ന് പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയ റോസല്ല ജ്വരത്തിന്റെ ഭീതിയിൽ. ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക കരുതൽ എടുക്കണമെന്ന് ആരോഗ്യ വൃത്തങ്ങൾ അറിയിച്ചു.
എന്നാൽ ഓസ്ട്രേലിയയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊതുക് കടി മുഖാന്തരം പരക്കുന്ന റോസ് റിവർ വൈറസാണ് രോഗകാരി. 1950-കളിൽ റോസ് റിവറിന് അടുത്ത് താമസിച്ച വ്യക്തിയിലാണ് ഈ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഇത് റോസ് റിവർ വൈറസ് എന്നറിയപ്പെടുന്നു. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം ചികിത്സ നടത്തേണ്ടി വരും. പനി, സന്ധിവേദന, തളർച്ച, ത്വക്ക് ചുവന്നു തുടിക്കുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഇതിന് പ്രത്യേകിച്ച് വാക്സിനോ ചികിത്സയോ ഇല്ല. കൊതുകടി ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് രോഗം പടരുന്നത് തടയാനുള്ള ഏക മാർഗം. ചില സന്ദർഭങ്ങളിലെല്ലാം അതിഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിക്ക് ഈ രോഗം കാരണമാകാറുണ്ട്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച മുതൽ മാസങ്ങളോളം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ കാണപ്പെടുക. ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ, അയഞ്ഞതും നീളം കൂടിയതുമായ വസ്ത്രങ്ങൾ, കൊതുക് തിരി, മറ്റ് കൊതുക് പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഘോഷകാലമായതിനാൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നദിക്കരയിലുള്ള ക്യാമ്പിംഗ് പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. അതേസമയം പൊതുവെ വേനൽക്കാലത്ത് സാധാരണമല്ലാത്ത ഇൻഫ്ലുവൻസ രോഗവും ഓസ്ട്രേലിയയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇരട്ടിയിലധികം പേർക്ക് രോഗബാധ വന്നു കഴിഞ്ഞതായി ആരോഗ്യ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ക്രിസ്മസ് പുതുവത്സര കാലമായതിനാൽ രോഗം പകരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു, 24 ന്യൂസ്, ഓസ്ട്രേലിയ. പാലക്കാട് നെന്മാറയ്ക്കടുത്ത് ചാത്തമംഗലത്ത് എഴുന്നള്ളത്തിനിടെ ആന ഇടഞ്ഞോടി എന്നൊരു വാർത്ത വരുന്നു. ചാത്തമംഗലം ഗണപതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കിന്റെ എഴുന്നള്ളത്തിനിടെയാണ് ഈ ആന ഇടഞ്ഞോടിയത്. തോട്ടത്തിലേക്ക് കയറിയ ആനയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നീട് ആനയെ രാത്രിയായതോടുകൂടി കാണാതാവുകയായിരുന്നു. തോട്ടത്തിനകത്തേക്ക് കയറിപ്പോയ ആനയെ പിന്നീട് തെരഞ്ഞെങ്കിലും ആ പ്രദേശത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അതിനുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.